ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ പൊരിച്ചതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഒട്ടും എണ്ണ ഇല്ലാതെ ചിക്കൻ പൊരിച്ച അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇവിടെ ചിക്കൻ വെക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് ചിക്കൻ 65 ചിക്കൻ 75 എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും നല്ലൊരു ഐറ്റം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചിക്കനൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അധികം ആൾക്കാർക്ക് ചിക്കൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ എണ്ണ ഇല്ലാതെ നമുക്ക് ചിക്കൻ വെച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആരും അധികം ചിക്കൻ കഴിക്കാതെ ഇരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അടിപൊളി ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമല്ലോ ചിക്കൻ പൊരിച്ചതെന്ന് പറഞ്ഞിട്ട്, അത് തന്നെ നല്ല അടിപൊളി കളറും നല്ല സ്മെല്ലും ഒക്കെ ഇട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്ന ആ ചിക്കൻ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി, 1 സ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 500 ചിക്കനാണ് ഇവിടെ എടുത്തത്. ബാക്കി ഞാൻ നമ്മൾ കുറച്ച് കറി വെക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി പേസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് രണ്ടും ഞാനൊന്ന് അമ്മയിലിട്ടിട്ട് ഒന്ന് ചതുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് നാരങ്ങേൻ്റെ നീരുമാണ്. അപ്പോൾ ഒരു അരമുറി നാരങ്ങേൻ്റെ നീര് എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ നാരങ്ങേൻ്റെ നീര് നിങ്ങളെടുത്തില്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് ആ ഒരു ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ട് ഉള്ള ചിക്കൻ കിട്ടാനാണ് കേട്ടോ. ഒരു 1/2 സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കനിലെ എല്ലാ സ്ഥലത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് കൈ കഴുകിയിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല മുളക് പൊടീൻ്റെ ആ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കാം കേട്ടോ. എരി കുറവുള്ളവർക്ക്, ഇനി എരി വേണമെന്നൊക്കെ ഉള്ളവർക്ക് നല്ല മുളക് പൊടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതയ്ക്കുമ്പോൾ പച്ചമുളക് നന്നായിട്ട് ചതച്ചോളൂ കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് കുട്ടികളായതുകൊണ്ട് കുറച്ച് എരി കുറവായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് എടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുരുമുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ 1/2 മണിക്കൂർ ആകുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ചിക്കൻ വേവിച്ചതും ഫ്രൈ ചെയ്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 1/2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അവിടെ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഇത്ര വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് വേവിക്കണ്ട, ഒരു വിസിൽ വരുത്തിയാൽ മതി കേട്ടോ. 1-2 വിസിൽ മാക്സിമം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഉടയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് 1-2 വിസിൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് നേരത്തെ കുഴയ്ക്കാൻ ഇടണമായിരുന്നു, എനിക്ക് മറന്നു പോയതാണ്. അപ്പോൾ അതും കൂടി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി പോയിട്ട് അപ്പത്തിരി വെള്ളം മതി. കാരണം ചിക്കനിൽ വെള്ളം വരും. അപ്പോൾ ഞാൻ അത്ര ഒരു ഓർമ്മ തന്നെയാണ്, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ്. ഇനി നമുക്ക് ഒരു വിസിൽ 2 വിസിലോളം ഞാനൊന്ന് കുക്കറിലിട്ട് വേവിക്കണേ. അത് ഉടയരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ ഉടയാൻ പാടില്ല. അപ്പോൾ അത് 2 വിസിൽ വന്നു. ഇവിടെ ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് കണ്ടോ, ഇത് വെന്തിട്ട് നമുക്ക് ചിക്കനിൽ ഓൾറെഡി ഈ നെയ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നെയ്യൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ കാണാം, ഒരു റെഡ് കളറിൽ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ആ എക്സസ് വെള്ളം ഫുള്ള് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ആ ചിക്കൻ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഈ വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ പറഞ്ഞില്ല, കുറച്ച് വെള്ളം കൂടിപ്പോയി ഞാൻ ഇതിലേക്ക് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര വെള്ളം വെക്കേണ്ട. അപ്പോൾ ആ ചിക്കൻ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ അതിൻ്റെ വെന്ത ആ കൂടെയുള്ള വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റുന്നവരെ നമ്മൾ ഹൈ സ്പീഡിൽ ഗ്യാസ് കത്തിച്ചിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റുന്നത് വരെ നമുക്ക് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. ഇടയ്ക്ക് നിങ്ങൾ നോക്കണമെന്നേ ഉള്ളൂ, ഒന്നും ഇളക്കൊന്നും വേണ്ട. ഇത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ കൂടെ വന്ന ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ, തിളയ്ക്കുന്നത് നമ്മൾ ചിക്കനിൽ ഒഴിച്ച വെള്ളമാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറും. കണ്ട സൈഡിൽ വന്നത് കറുപ്പ് കളറിലൊക്കെ കാണുന്നത് നമ്മൾ എണ്ണയാണ്. ഈ ചിക്കൻ കറിയിൽ തന്നെ വരുന്ന എണ്ണയാണ്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേക്ക് ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ട് ചിക്കനിലെ ആ നെയ്യ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ നല്ല കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചിക്കൻ പൊരിച്ചതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുക്കറിലുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ എല്ലാ പീസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല സുഖമാണ്. കാരണം കുറച്ച് ചിക്കൻ നല്ല പരത്തിയെടുക്കും. കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒറ്റ പ്രാവശ്യമുള്ള 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വലിയ ഫ്രൈ പാനിലാണ് ഞാൻ ഇട്ടത്. എന്നിട്ടത് ഈ എണ്ണയിൽ കിടന്നിട്ട് ഇതിങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ഒരു ഭാഗം നല്ലോണം മൊരിഞ്ഞ് ഡ്രൈ ആയി വരുമ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഇതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എണ്ണ തീരെ ഉപയോഗിക്കാത്തവർക്കൊക്കെ നല്ല കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമുക്ക് എണ്ണ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർക്ക് കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മറച്ചിട്ട് കൊടുക്കുക. കുറേശ്ശെ കഴിയുമ്പം നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡ് നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ടാവും. അതുപോലെ മറച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ചിക്കൻ റെഡിയാവും. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒന്ന് മെല്ലെ ഒരു പീസ് പൊന്തിച്ച് നോക്കിയാൽ നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള ഈ ഇതന്നെ എടുത്തിട്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ചെയ്ത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതാണ്. അതുവരേക്കും ബൈ.